അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 29 തിങ്കളാഴ്ച. പാരീസ് ഒളിമ്പിക്സിലെ ഷൂട്ടിംഗിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് വിഭാഗത്തിൽ മനു ബാക്കർ സരബ്ജോത് സിംഗ് സഖ്യം വെങ്കല മെഡൽ പോരാട്ടത്തിന് യോഗ്യത നേടി. യോഗ്യത റൗണ്ടിൽ 580 പോയിന്റോടെ 3-ാം സ്ഥാനത്താണ് ഇന്ത്യൻ സഖ്യം ഫിനിഷ് ചെയ്തത്. നാളെ നടക്കുന്ന വെങ്കല മെഡലിനായുള്ള മത്സരത്തിൽ ദക്ഷിണ കൊറിയയാണ് ഇന്ത്യൻ താരങ്ങളുടെ എതിരാളികൾ. അതേസമയം വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഫൈനലിൽ ഇന്ത്യയുടെ രജിത ജിൻഡാലിന് 7-ാം സ്ഥാനത്തെത്താനേ സാധിച്ചുള്ളൂ. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് വിഭാഗത്തിൽ ഇന്ത്യയുടെ റിതം സാങ്വാൻ അർജുൻ സിംഗ് സഖ്യവും പുറത്തായി. കുരുക്ഷേത്ര യുദ്ധത്തിൽ 6 പേർ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ കുടുക്കി കൊലപ്പെടുത്തിയതുപോലെ രാജ്യം മറ്റൊരു ചക്രവ്യൂഹത്തിന്റെ കുരുക്കിലാണെന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, RSS മേധാവി മോഹൻ ഭാഗവത്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വ്യവസായികളായ അംബാനി, അദാനി എന്നിവരാണ് ചക്രവ്യൂഹത്തിലെ കേന്ദ്രബിന്ദുക്കളെന്നും രാഹുൽ പേരെടുത്തു പറഞ്ഞു. ധനമന്ത്രിയുടെ ബജറ്റ് ഈ ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നവരെ സംരക്ഷിക്കാനാണെന്നും രാഹുൽ പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ രൂപീകൃതമായ ഈ ചക്രവ്യൂഹത്തിൽ രാജ്യത്തെ യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ, ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെല്ലാം തളർന്നിരിക്കുകയാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. ഡൽഹിയിലെ റൌസ് അവന്യൂവിലെ പ്രത്യേക CBI കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ കെജ്രിവാൾ ഗൂഢാലോചന നടത്തിയെന്നാണ് CBIയുടെ ആരോപണം. അഴിമതിയിലൂടെ 100 കോടി രൂപയുടെ കോഴപ്പണം ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. ഷിരൂരിൽ അർജുന് വേണ്ടി തെരച്ചിൽ നടത്താൻ തൃശൂരിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കുന്നതിന് സാങ്കേതിക പരിശോധനയ്ക്കായി തൃശൂരിൽ നിന്നുള്ള സംഘം അങ്കോലയിലേക്ക് തിരിച്ചു. യന്ത്രത്തിന്റെ ഒരു ഓപ്പറേറ്ററും കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥനുമാണ് കർണാടകയിലേക്ക് പോയത്. അവിടെ എത്തി പരിശോധിച്ച ശേഷം ഡ്രഡ്ജർ കൊണ്ടുപോകുന്നതിൽ അന്തിമ തീരുമാനമെടുക്കും. രക്ഷാപ്രവർത്തനത്തിനായി നാവികസേന ഷിരൂരിൽ തുടരുമെന്നാണ് ഔദ്യോഗികമായി അറിയിച്ചത്. ഡൈവ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം വരുന്നതുവരെ തുടരാനാണ് നിർദ്ദേശം. അതേസമയം ഡ്രഡ്ജർ ഷിരൂരിലെ ഗംഗാവാലി പുഴയിൽ ഉപയോഗിക്കാൻ വെല്ലുവിളികളേറെയെന്ന് ഡ്രഡ്ജർ നിർമ്മാണ കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ N. നിഖിൽ പറഞ്ഞു. പൊങ്ങിക്കിടന്ന് വെള്ളത്തിനടിയിലെ ചെളി നീക്കാൻ കെൽപ്പുള്ളതാണ് ഡ്രഡ്ജർ. എന്നാൽ ഒഴുക്ക് 4 നോട്ട്സിൽ കൂടിയാൽ ഡ്രഡ്ജർ ഉപയോഗിക്കാൻ പ്രയാസമാകുമെന്നും നിഖിൽ പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ഭിന്നിപ്പിൽ അച്ചടക്ക നടപടികളിലേക്ക് കേന്ദ്ര നേതൃത്വം നീങ്ങുന്നത് VD സതീശന്റെ കടുത്ത നിലപാടിനെ തുടർന്നെന്ന് സൂചന. അപമാനിതനായി മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാട് കേന്ദ്ര നേതാക്കളെ അറിയിച്ചതോടെയാണ് അന്വേഷണ റിപ്പോർട്ട് നൽകാൻ AICC ആവശ്യപ്പെട്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ അച്ചടക്ക സമിതിയാണ് വാർത്ത ചോർത്തൽ അന്വേഷിക്കുന്നത്. CPM മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം CKP പത്മനാഭന്റെ വിമർശനത്തിൽ ജില്ലയിലെ നേതാക്കൾ പ്രതികരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വിഷയത്തിൽ തുടർ ചർച്ചകൾ ഒഴിവാക്കാനാണ് CPM ശ്രമിക്കുന്നത്. ചർച്ചകൾ തുടർന്നാൽ പാർട്ടി അണികളുടെ വികാരം എതിരാകുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കോഴിനാടൻ MLA സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണെന്നും വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും സർക്കാർ മറുപടി നൽകിയിരുന്നു. മാസപ്പടി കേസിൽ SFIO അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജി ദില്ലി ഹൈക്കോടതിയും ഇന്ന് വീണ്ടും പരിഗണിക്കും. തിരുവനന്തപുരം വഞ്ചിയൂരിൽ എയർഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് കാരണം ഷിനിയോടോ കുടുംബത്തോടോ ഉള്ള വ്യക്തിവൈരാഗ്യം തന്നെയെന്ന നിഗമനവുമായി പോലീസ്. ഞായറാഴ്ച രാവിലെ ആക്രമണത്തിനായി തെരഞ്ഞെടുത്തതും ആർക്കോ വ്യക്തമായ സൂചന നൽകാൻ വേണ്ടിയാകുമെന്നാണ് നിഗമനം. പ്രതിയെ പിടികൂടാൻ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണമാണ് നടക്കുന്നത്. മാന്നാർ കൊലപാതക കേസിലെ പ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ അന്വേഷണ സംഘം പുതിയ അപേക്ഷ സമർപ്പിച്ചു. റെഡ് കോർണർ നോട്ടീസ് ഇറക്കാനുള്ള അപേക്ഷ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം തിരിച്ചയച്ചിരുന്നു. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ശേഖരിച്ച അവശിഷ്ടങ്ങളുടെ രാസപരിശോധനാ ഫലം ലഭിക്കാൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അനിൽ വിദേശത്ത് നിന്ന് ബന്ധുക്കളെ നിരന്തരം ബന്ധപ്പെടുന്നത് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത.
മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതേസമയം കോഴിക്കോട് മലയോര മേഖലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. താമരശ്ശേരി അമ്പായത്തോട് മേഖലയിൽ 7 വീടുകൾ തകർന്നു. കൃഷിഭൂമിയിലും വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. രാസമാലിന്യമാണ് പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണമെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട്. മത്സ്യ മേഖലയ്ക്കാകെ 41 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പെരിയാർ മലിനീകരണ വിരുദ്ധ സംയുക്ത സമിതി നിയോഗിച്ച സമിതിയുടെ കണ്ടെത്തൽ. പെരിയാറിൽ മത്സ്യക്കുരുതി ഉണ്ടായി 2 മാസം കഴിഞ്ഞിട്ടും കാരണക്കാരായവർക്കെതിരായ നടപടിയും കർഷകർക്കുള്ള നഷ്ടപരിഹാരവും ഒന്നുമായില്ല. ജനകീയ മുഖം വീണ്ടെടുക്കാൻ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് വർഗ ബഹുജന സംഘടനകളെ അണിനിരത്താൻ CPM ക്ഷേമ പ്രവർത്തനങ്ങളിലെ മുൻഗണന പുതുക്കിയതിന് പിന്നാലെയാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നത്തിൽ ജനകീയ ഇടപെടലിന് കളമൊരുങ്ങുന്നത്. രാഷ്ട്രീയ മത്സരത്തിനിടം നൽകാത്ത വിധം പ്രവർത്തിക്കണമെന്നാണ് സർവകക്ഷി യോഗത്തിലും മുഖ്യമന്ത്രിയുടെ ആഹ്വാനം. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പകൽ സമയത്തെ വൈദ്യുതി ഉപഭോഗത്തിന് മാത്രമായി വൈദ്യുതി നിരക്ക് കുറയ്ക്കാനും രാത്രിയിലെ പീക്ക് സമയത്തെ വൈദ്യുതി ഉപഭോഗത്തിന് നിരക്ക് വർദ്ധിപ്പിക്കാനും ആലോചിക്കുന്നുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഭൂരിഭാഗം വീടുകളിലും സ്മാർട്ട് മീറ്ററുകളായി. ഇതിനാൽ തന്നെ ഓരോ സമയത്തെയും വൈദ്യുതി ഉപഭോഗം കണക്കാക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ പോലും നടന്നിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കൽപ്പാക്കത്ത് തോറിയം ഉപയോഗിച്ചുള്ള ജനറേറ്റർ പ്രവർത്തിക്കുന്നത് പഠിക്കാനായി KSEB സംഘം പോയിരുന്നു. ആണവ നിലയത്തിൽ നിന്നുള്ള വൈദ്യുതി വാങ്ങലും ചർച്ച ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം വൈദ്യുതി മന്ത്രിയുടെ വിശദീകരണം ശരിയല്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിയ ചർച്ചകളുടെ തുടർച്ചയായി നിലയം സ്ഥാപിക്കാൻ സ്ഥലം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കൽപ്പാക്കം ആണവ നിലയം ചെയർമാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്ത് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ള മരുന്ന് ഇന്നെത്തും. ജർമ്മനിയിൽ നിന്നാണ് ജീവൻ രക്ഷാ മരുന്നായ മിൽറ്റിഫോസിൻ എത്തിക്കുന്നത്. കൂടുതൽ ബാച്ച് മരുന്നുകൾ വരും ദിവസങ്ങളിൽ എത്തിക്കാനും നടപടികളായിട്ടുണ്ട്. നിർമ്മല കോളേജിൽ നിസ്കാരമുറി അനുവദിക്കണമെന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ്. തെറ്റായ പ്രചരണങ്ങളിലൂടെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും ഫാദർ പറഞ്ഞു. പ്രാർത്ഥനാമുറി അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന് കത്ത് നൽകിയിരുന്നു. നിർമ്മല കോളേജിലെ നിസ്കാരമുറി വിവാദത്തിൽ ഖേദപ്രകടനവുമായി മൂവാറ്റുപുഴ മഹല്ല് കമ്മിറ്റികൾ. നഗരത്തിലെ 2 മഹല്ല് കമ്മിറ്റി പ്രതിനിധികൾ കോളേജ് മാനേജ്മെന്റുമായി ചർച്ച നടത്തിയാണ് ഖേദപ്രകടനം നടത്തിയതും തങ്ങളുടെ കുട്ടികൾക്ക് തെറ്റുപറ്റിയെന്ന് വ്യക്തമാക്കിയതും. പ്രാർത്ഥനയ്ക്കും ആചാരങ്ങൾക്കും നിർദ്ദിഷ്ട രീതികൾ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സമുദായവുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് തെറ്റായ ചെറിയ ലാഞ്ചനയെങ്കിലും ഉണ്ടായാൽ അത് മുതലെടുക്കാൻ കുബുദ്ധികൾ ശ്രമിക്കുമെന്ന് ഓർക്കണമെന്നും മഹല്ല് കമ്മിറ്റി പ്രതിനിധി PS ലത്തീഫ് പറഞ്ഞു. ഈ മാസം 31-ന് സർവീസ് തുടങ്ങുന്ന ബാംഗ്ലൂരു കണ്ടോൺമെന്റ് എറണാകുളം ജംഗ്ഷൻ സ്പെഷ്യൽ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. തിരിച്ചുള്ള ബുക്കിംഗ് തുടങ്ങിയിട്ടില്ല. വ്യാഴം, ശനി, തിങ്കൾ ദിവസങ്ങളിൽ പുലർച്ചെ 5:30-ന് ബാംഗ്ലൂരു കണ്ടോൺമെന്റിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചകഴിഞ്ഞ് 2:20-ന് എറണാകുളത്തെത്തും. കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിലെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരം വകുപ്പ് സെക്രട്ടറിയാണ് ദേശീയപാത അതോറിറ്റി അധികൃതർക്ക് കത്തയച്ചത്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിനിടെ തർക്കം. കോടതിയിലുള്ള കേസുകളിലെ വിധി വന്ന ശേഷമേ വോട്ട് എണ്ണാൻ കഴിയൂ എന്ന വൈസ് ചാൻസലറുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇടത് സംഘടനകളുടെ തർക്കം. SFI പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവുമുണ്ടായി. ഇതിലെ നല്ലത് ബസ്സിൽ പോകുന്നതായിരുന്നു. ഇന്നോവ ക്രിസ്റ്റ വരും. അതെ, 17 പേർക്കാണ് ഇന്നോവ ക്രിസ്റ്റ കിട്ടാൻ പോകുന്നത്. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഡൽഹിയിലെ കോച്ചിംഗ് സെന്ററിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് നിർണായക കണ്ടെത്തലുകളുമായി അന്വേഷണ സംഘം. ബേസ്മെന്റിന് ഫയർഫോഴ്സ് NOC നൽകിയത് സ്റ്റോർ റൂം പ്രവർത്തിക്കാൻ മാത്രമാണ്.
ലൈബ്രറിയും ക്ലാസ് റൂമും പ്രവർത്തിച്ചത് നിയമവിരുദ്ധമായാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ദില്ലി ഫയർഫോഴ്സ് പരിശോധനാ റിപ്പോർട്ട് പോലീസിന് കൈമാറി. ഇന്നും വിവിധ കോച്ചിംഗ് സെന്ററുകളിൽ പരിശോധന തുടരുമെന്ന് MCD അറിയിച്ചു. ഡൽഹിയിലെ റാവൂസ് കോച്ചിംഗ് സെന്ററിന് മുന്നിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. അപകടത്തിൽ പരിക്കേറ്റവരുടെ മുഴുവൻ പേര് വിവരങ്ങൾ പുറത്തുവിടുക, FIR കോപ്പി ലഭ്യമാക്കുക, സംഭവത്തിൽ സ്വതന്ത്ര ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക, പ്രദേശത്തെ ഓടകൾ കാര്യക്ഷമമാക്കുക, മരിച്ചവർക്ക് 1 കോടി രൂപ സഹായധനം നൽകുക, മേഖലയിലെ വാടക നിരക്കുകൾ നിയമവിധേയമാക്കുക, കോച്ചിംഗ് സെന്ററുകൾക്ക് മുന്നിൽ സുരക്ഷാ മുൻകരുതൽ നടപടികൾ പ്രദർശിപ്പിക്കുക തുടങ്ങിയവയാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഡൽഹിയിലെ കോച്ചിംഗ് സെന്ററിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് 5 പേർ കൂടെ അറസ്റ്റിൽ. ഇതോടെ സംഭവത്തിൽ അറസ്റ്റിൽ ആകുന്നവരുടെ എണ്ണം 7ആയി. കോച്ചിംഗ് സെന്റർ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉടമ, വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ വേഗത്തിൽ വണ്ടി ഓടിച്ച് കെട്ടിടത്തിന്റെ ഗേറ്റ് തകർത്ത ഡ്രൈവർ എന്നിവരടക്കമാണ് അറസ്റ്റിലായത്. മണിപ്പൂർ മുഖ്യമന്ത്രി ബീരൻ സിംഗുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. അമിത്ഷായും രാജ്നാഥ് സിംഗും ചർച്ചയിൽ പങ്കെടുത്തു. ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിയായിരുന്നു കൂടിക്കാഴ്ച. മണിപ്പൂർ വിഷയത്തിന് പരമാവധി വേഗം പരിഹാരം കാണണമെന്നാണ് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയതെന്നും റിപ്പോർട്ടുകൾ. ഇരുവിഭാഗങ്ങളോട് തുടർന്നും സംസാരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ വിന്യാസത്തിലടക്കം കൂടുതൽ കേന്ദ്ര സഹായവും നേതാക്കൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂരുവിലെ ഹോട്ടലുകളിലേക്ക് പട്ടിയിറച്ചി വിതരണം ചെയ്തെന്ന ആരോപണം തെറ്റെന്ന് മന്ത്രി G. പരമേശ്വര. ആട്ടിറച്ചിയാണെന്ന് പരിശോധനയിൽ സ്ഥിരീകരിച്ചതായി അദ്ദേഹം പറഞ്ഞു. ദുരുദ്ദേശത്തോടെ ഉന്നയിക്കപ്പെട്ട ആരോപണമാണെന്ന് മന്ത്രി വ്യക്തമാക്കിയതായി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. സോറന് ജാമ്യം അനുവദിച്ചത് ചോദ്യം ചെയ്ത് ED സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി. ഹൈക്കോടതി വിധി യുക്തിസഹമാണെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് സുപ്രീംകോടതി EDയുടെ ആവശ്യം തള്ളിയത്. മാലദ്വീപിന്റെ കടം തിരിച്ചടവ് ലഘൂകരിച്ചതിനും സാമ്പത്തിക പിന്തുണയ്ക്കും ഇന്ത്യയ്ക്കും ചൈനയ്ക്കും നന്ദി അറിയിച്ച് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു. മാലദ്വീപിന്റെ സ്വാതന്ത്ര്യദിന ചടങ്ങിലാണ് മുയ്സുവിന്റെ പ്രഖ്യാപനം. ഇന്ത്യയുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വാതന്ത്ര്യ വ്യാപാര കരാറിൽ ഉടൻ ഒപ്പുവെക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.